കുളിരണിഞ്ഞ പ്രകൃതി, കളിച്ചും ചിരിച്ചും പഠിച്ചും നാളെയുടെ വാഗ്ദാനങ്ങളാകാം ചിറകടിച്ചുയരാം. ബാല്യത്തിന്റെ മധുരം നുകർന്ന് പുത്തനുടുപ്പും പുസ്തക സഞ്ചിയും വേണ്ടി അവരിതാ വന്നെത്തി. നമ്മുടെ വിദ്യാലയത്തിൽ 1970-കളിൽ ദീർഘകാലം അധ്യാപന രംഗത്ത് സേവനമനുഷ്ഠിച്ച് വിരമിച്ച് വിശ്രമ ജീവിതം നയിച്ച ആദരണീയനായ MK യശോധരന്റെ വിയോഗത്തിൽ ഈ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമുക്കറിയാം, ഈ 2024-25 അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലെ വളരെയധികം പരിവർത്തനങ്ങൾ സംജാതമായിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷ, കുട്ടികളുടെ വിദ്യാഭ്യാസം, സമഗ്ര ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, വിവര സാങ്കേതിക വിദ്യ, നിർമ്മിതി പ്രവർത്തനങ്ങള്, സാങ്കേതിക വിദ്യ തുടങ്ങിയ വിവിധ മേഖലകളിലെ പുതിയ പുതിയ നൂതന പ്രവർത്തനങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. മധ്യവേനൽ അവധിക്കാലത്ത് തന്നെ പുതിയ അധ്യയന വർഷത്തെ എതിരേൽക്കുന്നതിനായി അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടോ നമ്മുടെ മക്കളുടെ സുരക്ഷ 100% അക്കാദമികമായും ഭൗതികമായും അവരുടെ മാനസികമായ കാര്യങ്ങളിൽ 100% സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തിയ ഈ വിദ്യാഭ്യാസ പദ്ധതി ഏറെ സ്വാഗതാർഹവും അഭിനന്ദനാർഹവുമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളെല്ലാം പഠിക്കുകയാണ് ഈ അവസരത്തിൽ. LKG-യിലെ 31, UKG 30, 1ാം ക്ലാസ് 30, 6 PC, അങ്ങനെ 96 കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ പുതുതായി ചേർന്നിട്ടുണ്ട്. ഇതിനകം നമ്മുടെ വിദ്യാലയത്തിൽ 250 പരം കുട്ടികൾ, 250 പോലെ 248 കുട്ടികൾ 1 മുതൽ 7 വരെയും LKG UKG ക്ലാസ്സുകളിലെ 62 കുട്ടികളുമായി. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് കഴിഞ്ഞ വർഷത്തെ 315-നേക്കാളും മറികടന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിന്റെയൊക്കെ പിന്നിലെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ്. അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും വിദ്യാലയവുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തനം പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ വിദ്യാലയത്തിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കറിയാം, കുറച്ച് നാളുകളായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ തന്നെയാണ്. കുട്ടികൾ ആദ്യമായിട്ട് വിദ്യാലയത്തിൽ വരുമ്പോൾ അവരെ 100% ഏറ്റവും പെർഫെക്ഷനോടുകൂടി വിദ്യാലയത്തിൽ എത്തിച്ചേർക്കാനായിട്ട് രക്ഷിതാക്കളൊക്കെ വളരെയധികം പാടുപെടുകയാണ്. ഇവിടെ അധ്യാപകരും മാസങ്ങളായിട്ട് തന്നെ നമ്മൾ വിദ്യാർത്ഥികളെ എതിരേൽക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. അതോടൊപ്പം പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഇനിയുള്ള പ്രവർത്തനങ്ങളിലും ഓരോ ക്ലാസ്സിലെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മക്കളുടെ ഒപ്പം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അധ്യാപകരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ട് യോജിക്കുകയാണ്. കുട്ടികളുടെ സുരക്ഷ നമുക്കറിയാം, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തില് മയക്കുമരുന്ന് തുടങ്ങിയ പല നമുക്ക് വിചാരിക്കാൻ പോലും കഴിയാത്ത മേഖലയിലാണ് കടന്നു പോകുന്നത്. അപ്പൊ ഏത് രീതിയിലും നമ്മുടെ മക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് നമ്മുടെ എല്ലാവരുടെയും നയിക്കുന്നത്. ഏങ്ങന്നൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവർ നൽകുന്ന ശ്രീമതി സുശീല സ്വാമിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ എല്ലാമായ നമ്മുടെ രമേശൻ മാസ്റ്ററാണ്. മാഷ് നമുക്കറിയാം, കഴിഞ്ഞ അധ്യയന വർഷത്തില് നമ്മിൽ നിന്ന് നമ്മുടെ അധ്യാപക സേവനത്തിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മാഷ് എന്നും നമ്മളൊപ്പമുണ്ടായിരിക്കും. ഇനിയുള്ള കാലങ്ങളിലെല്ലാം നമ്മുടെ രക്ഷാധികാരിയായിട്ട് മാഷ് ഉണ്ടായിരിക്കും. മാഷ് എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് മാതൃകാപരമാണ്. ഈ അധ്യയന വർഷത്തിലും മാഷ് ഈ ദിവസങ്ങളിലൊപ്പം ഒക്കെ നമ്മോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളും നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് മാഷ്. തിരുമംഗലത്തിലേക്ക് അവരോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന രക്ഷിതാക്കള്, നമ്മുടെ വിദ്യാലയവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രതിനിധികള്, PTA അംഗങ്ങള്, അധ്യാപകര്, രക്ഷിതാക്കളെ എല്ലാവരെയും ഒറ്റവാക്കിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആരംഭം കുറിക്കുകയായി. തോരാ മഴയിൽ അമർന്ന കൈവരിയുടെ
പെരുമാറി തിരുമംഗലം കെട്ടിലും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീലേജി, MPT പ്രസിഡന്റ് സ്വാതി, സ്കൂൾ വികസന സമിതി കൺവീനർ ജ്യോതിലാൽ, നന്മ ലൈഫ് സെൻ്ററിൻ്റെ അടക്കം അഭിവന്ദരായ അധ്യാപക ഉത്സവമാണ്. ഈ ഉത്സവം കൃത്യമായിട്ട് ഇവിടെ കുട്ടികൾ ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ കുട്ടികൾ ഉത്സവത്തിന്റെ ലോകത്തിൽ തന്നെയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് പഴയ സ്കൂളുകൾ ഒന്ന് ഓർമ്മ നോക്കിയാൽ കാരണം പല കുട്ടികളിൽ നിന്ന് കരയുകയും നിർബന്ധിച്ച് വീട്ടിൽ പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസരത്തിൽ മാറി കുട്ടികളൊക്കെ വല്ലാതെ ഉത്സവപരിതമായ അന്തരീക്ഷത്തിലാണ്. അത് പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട് സ്കൂളിൽ നമുക്കറിയാം. പഴയ സ്കൂളല്ലല്ലോ ഇപ്പോൾ. നമ്മളൊക്കെ പഠിക്കാവുന്ന സ്കൂളിൽ നിന്നുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 24 ചാനലിൽ പലപ്പോഴും വാർത്ത ഒരു കമ്പനിന്റെ അടുത്ത് നിൽക്കുന്നവരെ കടൽ തീർത്ത് നിൽക്കുന്നു എന്നൊക്കെ തോന്നൽ വാർത്ത സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ടാണ്. അത്തരത്തിലുള്ള പുതിയ സാങ്കേതിക ഇതിൽ നിന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ പഠിക്കുമ്പോൾ നേരത്തെ പ്രാർത്ഥന ചൊല്ലിയതുപോലെ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒരുമിച്ച് കാണണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും സ്കൂളുകളിൽ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വലുതായി കഴിഞ്ഞാൽ വലിയ ആളുകളായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മനോഭാവം നമുക്ക് ഉണ്ടാകുന്നില്ല എന്നതാണ്. താങ്കളുടെ കുട്ടിയെ പൊതുവിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ഉചിതമായ തീരുമാനമെടുത്ത തങ്ങളെ പൊതുവിദ്യാലയത്തിന് കഴിയുമെന്ന് ഉറപ്പു നൽകുന്നു. എല്ലാ കുട്ടികളുടെയും പഠന നിലവാരം ഉയർത്തുന്നതിന് സഹായകരമായ അന്തരീക്ഷം വിദ്യാലയത്തിൽ ഉറപ്പുവരുത്തുന്നു. അന്തർദേശീയ രംഗങ്ങളിലെ മാറിയ സാഹചര്യങ്ങൾ പരിഗണിച്ച് പരിഷ്കരിച്ച പാഠ്യപദ്ധതിയും പാഠപുസ്തക ബുദ്ധി, തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നൂതനമായ പരിപാടികൾ ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിനും അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനും താങ്കളും ഒപ്പമുണ്ടാകണം.
അധ്യക്ഷത വഹിക്കുന്ന PTA പ്രസിഡന്റ് ശിവദാസ്, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, ആദ്യമായി തന്നെ നമ്മുടെ ഇവിടെ നിന്നും പഠിച്ചു പോയി ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ മക്കളെ ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും അവരെ പോലെ അവരെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അധികം കുട്ടികൾ ഇന്ന് ഈ ഞങ്ങളുടെ മക്കളെ ഉത്തരവാദിത്തം പോലെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ എത്തുമെന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് കുട്ടികളെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. LKG UKG ഇത്രയും അധികം കുട്ടികൾ വന്നത് ഇവിടുത്തെ അധ്യാപകരുടെയും അത് നോക്കിക്കാണുന്ന രക്ഷിതാക്കളുടെയും ഒരു കഴിവാണ്. എന്തായാലും രമേശ മാഷ് ഇവിടെ നിന്ന് പടിയിറങ്ങിയാലും രമേശ മാഷിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സ്കൂളിൽ എപ്പോൾ വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ ഏറെ പ്രിയപ്പെട്ട എൻ്റെ കൊച്ചുമക്കൾ എല്ലാവർക്കും വീണ്ടുമായി നമസ്കാരം. ഒരു വിശാലമായ പ്രസംഗത്തിനുള്ള ഒരു അവസരമല്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഇനിയും ഒരുപാട് അവസരങ്ങൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ ഔദ്യോഗികമായിട്ട് ഇവിടെ നിന്ന് പുറത്തു പോയാൽ കൂടി കുട്ടികളുടെ സുരക്ഷിതത്വത്തിനായാലും അവരെ പുറത്തു കൊണ്ടുപോകാനായാലും പാട്ട് പാടാനായാലും കളിക്കാനായാലും ഒക്കെ അവരുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ എന്നും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതുവരെ വിദ്യാലയത്തിന് നൽകി വന്നിട്ടുള്ള എല്ലാ സഹായവും സഹകരണവും ഒക്കെ രക്ഷിതാക്കളുടെ ഭാഗത്ത് തുടർന്നും ഉണ്ടാവണമെന്ന ഏറ്റവും എളിമയോടും ഏറ്റവും മിടുക്കിയായുള്ള കുട്ടികളാണ് ഇവരൊക്കെ. അഞ്ജന PS, ആതിര, അതുപോലെ തന്നെ ആവണി, ശ്രീഹരി, അതുപോലെ അഭയകൃഷ്ണ, ഇവരാണ് സത്യത്തിൽ ഞങ്ങളുടെ പേരിനെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന ഞങ്ങളുടെ പദവിയെ അന്വർത്ഥമാക്കിയത് ഇവരാണ്. അടുത്ത കൊല്ലം ഈ 6 പകരം കൂടുതൽ 12 പേരും അത്തരത്തിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ആവണി ദർശനാലെ എത്താത്തത് കൊണ്ട് നിയ മിർസ